ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ നോർമലൈസേഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, അതായത് രണ്ടാം പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടൊന്ന് വരിക. ആൻഡ് നമുക്ക് ഇന്ന് നോർമലൈസേഷൻ്റെ രണ്ടാം പാർട്ടിൽ നോക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത ശേഷമുള്ള ടോപ്പിക്കുകളാണ്. നമുക്ക് 3NF അതുപോലെ BCNF ആ ഒരു ടോപ്പിക്കുകൾ നമ്മൾ മേജറായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും JRF അല്ലെങ്കിൽ നെറ്റ് കോച്ചിങ്ങിനൊക്കെ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എയ്ഫറിൻ്റെ മിഷൻ JRF ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എയ്ഫറിൻ്റെ സപ്പോർട്ട് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന അഡ്മിഷൻ നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എയ്ഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ഫ്രീ ആയിട്ട് ഗൈഡൻസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ടെസ്റ്റുകളും കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടുകൾ എയ്ഫറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഫ്രീ സപ്പോർട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് എയ്ഫറിൻ്റെ ഫ്രീ ആയിട്ടുള്ള കണ്ടൻസും ഡെയിലി ടെസ്റ്റുകളും ടാസ്കുകളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മിഷൻ JRF ബാച്ചുകൾ ഓൺഗോയിങ് ആണ്. എയ്ഫറിൻ്റെ കൂടുതൽ സപ്പോർട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നോർമലൈസേഷൻ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നോർമലൈസേഷൻ എന്താണ്, ഏതൊക്കെ ടൈപ്പ് അനോമലൈസ് ഉണ്ട്, ആൻഡ് നമ്മൾ 1NF 2NF ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് തേർഡ് നോർമൽ ഫോമാണ്, അതായത് 3NF. സോ എന്താണ് 3NF? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 1NF പഠിച്ചു, 2NF പഠിച്ചു. ആൻഡ് നമ്മളിന്ന് 3NF പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം 1NF എന്തായിരുന്നു എന്നല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാം. ആൻഡ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻ കേസ് നിങ്ങളിത് പുതുതായി കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്. സോ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം. ആൻഡ് എന്താണ് 1NF നമ്മളൊന്ന് സ്പീഡപ്പായിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ്. 1NFൻ്റെ നമ്മൾ മെയിൻ മേജർ തിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇവിടെ നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് നോർമൽ ഫോം പ്രൊഹിബിറ്റ്സ് ദ പ്രസൻസ് ഓഫ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് കോമ്പിനേഷൻ thereof. ആൻഡ് അതിൽ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രിൻസിപ്പിൾ ഡിറ്റൈൽ ദാറ്റ് ഈച്ച് ആട്രിബ്യൂട്ട് ഇൻ എ ടേബിൾ ഷുഡ് ഹോൾഡ് ഓൺലി എ സിംഗിൾ വാല്യൂ. അതായത് ഈച്ച് ആട്രിബ്യൂട്ട്, അതായത് നമുക്ക് ഈച്ച് ആട്രിബ്യൂട്ട് ഇൻ എ ടേബിൾ ഷുഡ് ഹോൾഡ് എ സിംഗിൾ വാല്യൂ ആൻഡ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി മൾട്ടിപ്പിൾ വാല്യൂ. ഇതാണ് 1NFന്, അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് ടേബിളിൽ ഉണ്ടാക്കാൻ പാടില്ല. ആൻഡ് നമുക്ക് 2NF എന്താണ്, 2NF ആകണമെങ്കിൽ എന്ത് വേണം, ഓൾറെഡി എന്താണ്, അത് 1NF ആയിരിക്കണം, അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് പാടില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് 2NF ആകാൻ എന്താണ്, all non-key attributes are fully functional dependent on the primary key. അതായത് all non-key attributes എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ അല്ലാത്ത ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യണം, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ പ്രൈമറി കീ ആയിട്ട് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആണ്. ആദ്യം നമുക്ക് എന്ത് വേണം, 2NF ആകണമെങ്കിൽ 1NF ആയിരിക്കണം. 1NF എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്, all non-key attributes എന്താണ്, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആണ് പ്രൈമറി കീ. അതാണ് 2NF. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താണ്, നമുക്കറിയാം നോർമലൈസേഷൻ ഒരു കേസിലെ, അതായത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. നമ്മൾ പല സീരീസിലൊക്കെ കണ്ടതാണ് എന്ത്, എവറിത്തിങ് ഈസ് കണക്റ്റഡ്. അതുപോലെയാണ് നോർമലൈസേഷൻ്റെ കാര്യം എന്താണ്, 3NF ആകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 2NF ആകണമെങ്കിൽ എന്താകണം, അത് ആദ്യം 1NF ആയിരിക്കണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെയാണ് എന്ത്, തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഫോം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം 2NF ആയിരിക്കണം. 2NF ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് തേർഡ് നോർമൽ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താകണം, അത് നമുക്ക് എന്ത് ചെയ്യണം, 2NF ആകണം അല്ലേ. 2NF ആകണം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എന്തായിരിക്കണം, 1NF ആയിരിക്കണം. അതായത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഇപ്പോൾ നമ്മളൊരു നോർമലൈസേഷൻ ഒരു ടേബിളിന് അല്ലെങ്കിൽ ഒരു ഫോമിന് എന്ത് ചെയ്തു, നോർമൽ ഫോമാക്കി, അതായത് തേർഡ് നോർമൽ ഫോമാക്കി. അപ്പോൾ അത് ഓൾറെഡി എന്താണ്, 1NF ആണ്, 2NF ആണ്, ആൻഡ് ഇപ്പോൾ അത് 3NF ആണ്. സോ അതാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്പീഡപ്പായിട്ട് പോയത്. നമുക്കറിയാം തേർഡ് നോർമൽ ഫോം. സോ നമുക്ക് അതിൽ മേജർ ആയിട്ടുള്ള തിങ് എന്താണ്, തേർഡ് നോർമൽ ഫോം ഓർ 3NF ഈസ് റീച്ച്ഡ് വെൻ എ റിലേഷൻ ഇൻ സെക്കൻഡ് നോർമൽ ഫോം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലായാൽ മാത്രമേ എന്തേ ഉള്ളൂ, അത് തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് വെൻ എ റിലേഷൻ ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം ആൻഡ് പിന്നെ ഒരു കാര്യം എന്ത്, ഡസ് നോട്ട് ഹാവ് എനി ട്രാൻസിറ്റീവ് പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്. സോ അതാണ് ഇതിലെ മേജർ തിങ്. അപ്പോൾ നമുക്ക് ഇതിലൊരു പോയിൻ്റ് ഔട്ട് എന്താണ്, ആൻഡ് ഡസ് നോട്ട് ഹാവ്
and does not have any transitive partial dependency. So ഒരു നോർമലൈസ് ഒരു നോർമൽ ഫോം തേർഡ് നോർമൽ ഫോം ആക്കണമെങ്കിൽ ഒരു ടാബിൾ നമുക്ക് തേർഡ് നോർമൽ ഫോം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓൾറെഡി എന്താണ് 2NFിലാകണം. അതുപോലെ എന്താണ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി ട്രാൻസിറ്റീവ് പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്. സോ ഈ വേർഡ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് നെറ്റിൻ്റെ എക്സാമിന് നമുക്ക് നോർമൽ ഫോമിലേക്ക് ആക്കാനോ ഷിഫ്റ്റ് ചെയ്യാനൊന്നായിരിക്കും മേ ബി വരാം. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. എങ്ങനെ നമുക്ക് 3NF ആകാം, അതിന് വേണ്ടിയിട്ട് എന്ത് ഓൾറെഡി അത് 2NFിലാകണം. ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി ട്രാൻസിറ്റീവ് പാർഷ്യൽ dependencies. So our word does not have any transitive partial dependencies. And the objective of 3NF is to minimize data duplication. The objective of 3NF is to minimize data duplication and maintain integrity. സ്വാഭാവികം നമുക്കറിയാം എന്ത് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നതിനാണ് ടു മിനിമൈസ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ആണ്. ആൻഡ് 3NF is also used to minimize data duplication and maintain integrity. ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയാണ് യൂസ് ചെയ്യുന്നത്. And if there are no transitive dependencies for non-prime attributes, the relation is deemed to be in third normal form. സോ നമ്മൾ നോക്കുകയാണല്ലേ, ഒരു ഫോമിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അത് 2NF ആയാൽ മാത്രമേ നമുക്ക് 3NFിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ നോക്കുമ്പോൾ അതിന് അതിന് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ, ഇഫ് ദർ ആർ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ് ഫോർ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിന് എന്തില്ല ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് റിലേഷൻ ഈസ് ഡീംഡ് ടു ബി ഇൻ തേർഡ് നോർമൽ ഫോം. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് തേർഡ് നോർമൽ ഫോം ആയിരിക്കും. അതായത് തേർഡ് നോർമൽ ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിന് എന്തില്ല ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, നമുക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതിൽ ഓൾറെഡി എന്തില്ല ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ എന്താണ്, അത് തേർഡ് നോർമൽ ഫോമിൽ ആയി കിടക്കുകയാണ്. ആൻഡ് ദെൻ തേർഡ് നോർമൽ ഫോമിലേക്ക് നമുക്ക് എങ്ങനെ ടേബിളിന് കാണാൻ പറ്റും, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റഡി ചെയ്യാം. അതായത് നമുക്കൊരു എംപ്ലോയി ടേബിൾ ഉണ്ട്, എംപ്ലോയി ID ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്, എംപ്ലോയി സിപ്പ് ഉണ്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഉണ്ട്, എംപ്ലോയി സിറ്റി ഉണ്ട്. സോ ഇത് എങ്ങനെ നമുക്ക് തേർഡ് നോർമൽ ഫോം ആക്കാം. ഹിയർ എംപ്ലോയി സ്റ്റേറ്റ് ആൻഡ് എംപ്ലോയി സിറ്റി ഡിപ്പെൻഡൻറ്റ് ഓൺ എംപ്ലോയി സിപ്പ് ആൻഡ് എംപ്ലോയി സിപ്പ് ഡിപ്പെൻഡൻറ്റ് ഓൺ എംപ്ലോയി ID. അതായത് എംപ്ലോയി IDയും എംപ്ലോയി സിറ്റിയും എന്താണ് ഡിപ്പെൻഡൻ്റ് ഓൺ എംപ്ലോയി സിപ്പായിട്ട് എന്താണ് ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി സിപ്പ് ഡിപ്പെൻഡൻറ്റ് ഓൺ എംപ്ലോയി ID. ഈ എംപ്ലോയി സിപ്പ് എന്താണ് എംപ്ലോയി ID ആയിട്ട് ഡിപ്പെൻഡൻ്റ്. അതായത് എംപ്ലോയി സ്റ്റേറ്റും എംപ്ലോയി സിറ്റി എന്താണ് എംപ്ലോയി സിപ്പായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി സിപ്പ് എന്താണ് ഡിപ്പെൻഡൻ്റ് ആണ് എംപ്ലോയി ID ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ എന്താണ് ദ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്, ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് ഇത് എംപ്ലോയി സ്റ്റേറ്റും എംപ്ലോയി സിറ്റിയും. ദ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ എന്താണ് എംപ്ലോയി ID. ഇപ്പോൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയ എംപ്ലോയി സ്റ്റേറ്റും എംപ്ലോയി സിറ്റിയും എന്താണ് സൂപ്പർ കീ ആയ, അതായത് എംപ്ലോയി ID ഇവിടെ പ്രൈം കീ അല്ലെങ്കിൽ സൂപ്പർ കീ ആയ എംപ്ലോയി ID എന്താണ് ഒരു ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. ഡയറക്റ്റ് ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ് ഇത് ശരിക്കും ഡിപ്പെൻഡ് ആയിട്ടാണ് എംപ്ലോയി സിപ്പായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ട്രാൻസിറ്റീവ്ലി ആസ് എംപ്ലോയി സിപ്പ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എംപ്ലോയി ID. സോ എന്താണ് ട്രാൻസിറ്റീവ്ലി എംപ്ലോയി സ്റ്റേറ്റും എംപ്ലോയി സിറ്റിയും എന്താണ് എംപ്ലോയിഡ് ID ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇറ്റ് വയലേറ്റ്സ് ദ റൂൾ ഓഫ് തേർഡ് നോർമൽ ഫോം. സോ എന്താണ് തേർഡ് നോർമൽ ഫോമിൻ്റെ റൂളിനെ വയലേറ്റ് ചെയ്യും. അപ്പോൾ തേർഡ് നോർമൽ ഫോമിൻ്റെ റൂളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. തേർഡ് നോർമൽ ഫോമിൻ്റെ റൂൾ എന്താണ്, ഇഫ് and does not have any transitive partial dependencies എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഇവിടെ നമുക്ക് എന്തുണ്ട് ട്രാൻസിറ്റീവ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ട്. എങ്ങനെ വന്നു ജസ്റ്റ് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. എംപ്ലോയി സിപ്പ് എന്നുള്ളത് എന്താണ് എംപ്ലോയി ID ആയിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, മീൻസ് അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് ആൻഡ് എംപ്ലോയി സിറ്റി എന്താണ് ഡിപ്പെൻഡൻ്റ് ഓൺ എംപ്ലോയി സിപ്പ് എന്നുള്ള ഈ ഒരു ഡാറ്റ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, ഈ ഒരു കോളായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി സിപ്പ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എംപ്ലോയി ID ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ എന്താണ് ഇവിടെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. എംപ്ലോയി സ്റ്റേറ്റും എംപ്ലോയി സിറ്റിയും എംപ്ലോയി ID ആയിട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. സോ എന്താണ് ഇത് തേർഡ് നോർമൽ ഫോമിലല്ല. തേർഡ് നോർമൽ ഫോമിൻ്റെ ഇതെന്താണ് നിങ്ങൾക്ക് അറിയാലോ, ഒന്നും കൂടി നിങ്ങൾ ഒന്നും കരുതിയാൽ മതി. എന്താണ് അത് 2NFിലാകണം. എന്താണ് ഇഫ് ദർ ആർ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ്. സോ ഇത് നമ്മൾ ഇനി ഒരിക്കലും മറക്കരുത്. ഇഫ് ദർ ആർ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 3NF എങ്ങനെ ആകുള്ളൂ 2NF ആകണം എന്നുള്ളത്. പിന്നെ നമുക്കിപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള എന്താണ് ഇഫ് ദർ ആർ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ്. ആൻഡ് ദിസ് ഈസ് ദ ടേബിൾ. നമ്മൾ എങ്ങനെ ആ ടേബിളിനെ
തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ ടേബിളിനെ നമ്മൾ എങ്ങനെ തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റാം? ഇവിടെ എന്ത് ചെയ്തു? എംപ്ലോയി ടേബിളിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റി. എംപ്ലോയി ഐ ഡിയും എംപ്ലോയി നെയിമും എംപ്ലോയി സിപ്പും. ആൻഡ് ഇവിടെ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ടേബിളാക്കി. ആൻഡ് എംപ്ലോയി സിപ്പിന് ഒരു പ്രൈമറി കീ ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർ കീ ആയിട്ട് എന്ത് ചെയ്തു? വേറൊരു എംപ്ലോയി സിപ്പ് ടേബിൾ ഉണ്ടാക്കി. ആൻഡ് എംപ്ലോയി സിപ്പ്, എംപ്ലോയി സ്റ്റേറ്റിന് എംപ്ലോയി സിറ്റി. അപ്പോൾ ഇവിടെ എന്തില്ല? ഇപ്പോൾ ഈ ടേബിളിന് എന്തില്ല? ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ല. ഇവിടെ രണ്ട് ടേബിളാക്കിയിട്ട് മാറ്റി. ആൻഡ് ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. സോ ഇങ്ങനെയാണ് നമുക്ക് തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റുക. അതായത് നേരത്തെ പ്രശ്നം നമുക്കറിയാലോ, എംപ്ലോയി സ്റ്റേറ്റ്, എംപ്ലോയി സിറ്റി, എംപ്ലോയി സിപ്പായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി സിപ്പ് എന്താണ്? എംപ്ലോയി ഐ ഡി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? രണ്ട് ടേബിളാക്കി മാറ്റി. പിന്നെ എംപ്ലോയി ഐ ഡി സൂപ്പർ കീ ആയിട്ട് എന്ത് ചെയ്തു? എംപ്ലോയി നെയിം, എംപ്ലോയി സിപ്പുള്ള കോളംസ് മാത്രം എടുത്തു. ആൻഡ് നെക്സ്റ്റ് ടേബിൾ എന്ത് ചെയ്തു? എംപ്ലോയി സിപ്പിന് എന്ത് ചെയ്തു? ഒരു സൂപ്പർ കീ അല്ലെങ്കിൽ പ്രൈമറി കീ ആയിട്ട് എന്ത് ചെയ്തു? എംപ്ലോയി സ്റ്റേറ്റിനെ, എംപ്ലോയി സിറ്റിനെ നമ്മൾ പിച്ച് ചെയ്തു. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ടേബിളിനെ തേർഡ് നോർമൽ ഫോമിലേക്ക് മാറ്റിയത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ബോയ്സ് കോഡ് നോർമൽ ഫോം, BCNF നമ്മൾ പറയും. അപ്പോൾ നമുക്ക് നോർമൽ ഫോമിൽ മെയിനായിട്ട് മേജറായിട്ട് വരുന്നത് എന്താണ്? 1NF, 2NF, 3NF. നെക്സ്റ്റ് തിങ് ഈസ് BCNF, ബോയ്സ് കോഡ് നോർമൽ ഫോം. ആൻഡ് എന്താണ് BCNF എന്ന് ഷോർട്ടായിട്ട് പറയും. ഈ ബോയ്സ് കോഡ് നോർമൽ ഫോം, BCNF ഈസ് ദ അഡ്വാൻസ് വേർഷൻ ഓഫ് 3NF. 3NFൻ്റെ അഡ്വാൻസ് വേർഷൻ. 3NF എന്താണ്? ഇഫ് ദർ ആർ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ്. ആൻഡ് അഡ്വാൻസ് വേർഷൻ ഓഫ് 3NF, ഇറ്റ് ഈസ് സ്ട്രിക്റ്റർ ദാൻ 3NF. 3NFനെക്കാട്ടി സ്ട്രിക്റ്ററാണ്. അതായത് 3NFൻ്റെ റൂൾ എന്താണ് നിങ്ങൾക്കറിയാലോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് എ ടേബിൾ ഈസ് ഇൻ BCNF ഇഫ് എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി X to Y ആസ് എ ടേബിൾ ഈസ് ഇൻ BCNF. അതായത് സ്ട്രിക്റ്റർ ആണല്ലേ, 3NFനെക്കാട്ടി സ്ട്രിക്റ്റർ ആണ്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇതിന് 3.5NF എന്നൊക്കെ നമുക്ക് ചിലർ പറയാറുണ്ട്. അതായത് സ്ട്രിക്റ്റർ ആണ്. 4NF അല്ല, 3NF അല്ല, അതിനിടയിലുള്ള ഒരു NF, അതായത് നോർമൽ ഫോമാണ്. അതിന് BCNF എന്ന് പറയും. സോ എ ടേബിൾ ഈസ് ഇൻ BCNF ഇഫ് എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി X to Y, X എന്ന് Yയിലേക്കുള്ള എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് X ഈസ് ദ സൂപ്പർ കീ ഓഫ് ദ ടേബിൾ. എ ടേബിൾ ഈസ് ഇൻ BCNF, ഒരു ടേബിൾ BCNF എന്ന് പറയും ഇഫ് എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി X to Y, എക്സിൽ നിന്ന് വൈയിലേക്കൊരു എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും ആൻഡ് X ഈസ് സൂപ്പർ കീ. X സൂപ്പർ കീ ആയാൽ എന്ത് ചെയ്യും? അതിന് BCNF എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് എക്സാമ്പിളിലൊന്നും കൂടി ഇതാക്കാം. ആൻഡ് ഫോർ BCNF ദ ടേബിൾ ഷുഡ് ബി ഇൻ 3NF ആസ് യൂഷ്വൽ. നമുക്കറിയാം ഏതൊരു NFും അതിൻ്റെ അപ്ഗ്രേഡേഷന് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ട് എൻ്റെ ലോ ലെവൽക്ക് എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ 2NF ആണെങ്കിൽ 1NF ഓൾറെഡി ആകണം, 3NF ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി 2NF ആകണം. ആൻഡ് എക്സ്ട്രാ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇവിടെ എന്താണ്? BCNF ആകണമെങ്കിൽ ഓൾറെഡി അത് 3NFിലാകണം. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫോർ BCNF ദ ടേബിൾ ഷുഡ് ബി ഇൻ 3NF ആൻഡ് ഫോർ എവറി FD LHS is super key. For every functional dependency LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? സൂപ്പർ കീ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൂപ്പർ കീ ആണ്. ദാറ്റ്സ് ദ പ്രൈമറി റൂൾ. ആൻഡ് ഇത് നമുക്കൊരു ടേബിൾ അനലൈസ് ചെയ്യാം. എംപ്ലോയി ID, എംപ്ലോയി കൺട്രി, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി ടൈപ്പ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ID. സോ ഇവിടെ ഒരു ടേബിൾ എന്താണ്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്? എംപ്ലോയി ID എന്താണ്? എംപ്ലോയി കൺട്രി ആയിട്ട് ഒരു ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറായിട്ട്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറായിട്ട് എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് കാൻഡിഡേറ്റ് കീ, ഇവിടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് എന്താണ്? എംപ്ലോയി IDയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും ആണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് റൂളിലേക്ക് ഒന്നുകൂടി പോകാം. ഫോർ BCNF ദ ടേബിൾ ഷുഡ് ബി ഇൻ 3NF ആൻഡ് ഫോർ എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി LHS ഈസ് ദ സൂപ്പർ കീ. ഫോർ എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി LHS എന്താണ്? LHS ആകണം നമുക്ക് സൂപ്പർ കീ ആയിട്ട് വരേണ്ടത്. സോ എംപ്ലോയി ID എംപ്ലോയി കൺട്രി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് കാൻഡിഡേറ്റ് കീ എന്താണ്? ഇവിടെ എംപ്ലോയി IDയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും. സോ ഇവിടെ എന്താണ്? LHS ഇസ് നോട്ട് സൂപ്പർ കീ. ഇവിടുത്തെ എല്ലാ ഫംഗ്ഷണൽ ഫോർ എവരി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി LHS ഇസ് സൂപ്പർ കീ. LHS ആകണം എന്തേ? സൂപ്പർ കീ. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഡിപ്പെൻഡൻസി LHS ആണല്ലോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എംപ്ലോയി ID ആണ്. സോ സൂപ്പർ കീ അങ്ങനെയല്ല. അപ്പോൾ അത് റൂൾ വയലേറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു? ടേബിൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു മീൻസ് അത് BCNFിലാക്കാൻ നമ്മളൊന്ന് ടേബിളും ബ്രേക്ക് ചെയ്തു. ആൻഡ് നമ്മളിങ്ങനെ ഫോം ചെയ്തു എംപ്ലോയി ID എംപ്ലോയി കൺട്രി. കാരണം നമുക്ക് എന്താ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി IDയും എംപ്ലോയി കൺട്രി എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. സോ എംപ്ലോയി ID എംപ്ലോയി കൺട്രി ചെയ്തപ്പോൾ നമുക്ക് ചെയ്തു അത്രയും ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവായി കിട്ടി. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. സോ നമ്മൾ എന്ത് ചെയ്തു? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും
ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്താണ് ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ടാബിളായിട്ട് പിച്ച് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് എംപ്ലോയി ഐ ഡിയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ എന്ത് ചെയ്തു കാൻഡിഡേറ്റ് കീ എന്താണ് എംപ്ലോയി ഐ ഡിയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കാൻഡിഡേറ്റ് കീ. അതിന് നമ്മൾ എന്ത് ചെയ്തു വേറെ ടാബിളായിട്ട് ഫെച്ച് ചെയ്തു. സോ അങ്ങനെ 3 ടാബിളായിട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഇത് BCNF. കാരണം ഇവിടെ എന്താണ് നമുക്ക് റൂളൊന്നും കൂടി നോക്കാം. A table should be in 3NF and for every functional dependency LHS is the super key. അപ്പം എല്ലാ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിക്കും എന്ത് ചെയ്യണം LHS എന്താണ് സൂപ്പർ കീ LHS സൂപ്പർ കീ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ എന്ത് ചെയ്തു ഇപ്പോൾ LHS ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ടേബിളിൽ ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിയും കാൻഡിഡേറ്റ് കീ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പുതിയ ടേബിൾ മേക്ക് ചെയ്തു, പുതിയ 3 ടേബിളുകൾ മേക്ക് ചെയ്തു. അതിലൊക്കെ സൂപ്പർ കീ ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. നേരത്തെ ടേബിളിൽ നമുക്ക് ഈ ഡിപ്പെൻഡൻസിയിലൊക്കെ എന്താണ് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും എന്താണ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻ്റ് ആയി കിടക്കണം. പക്ഷേ അതെന്തല്ല LHS അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അങ്ങനെ ടേബിൾ ഉണ്ടാക്കി. നെക്സ്റ്റ് തിങ് ഈസ് എംപ്ലോയി ഐ ഡി എംപ്ലോയി കൺട്രി എന്താണ് ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻ്റ് അതൊരു ടേബിളാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്യും അതിൽ രണ്ടിലും എന്ത് ചെയ്തു ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ തന്നെ ഈ ഒരു ടേബിൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ ഒരു 2 കോൾ എടുത്തിട്ട് എന്ത് ചെയ്തു ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കി. ആൻഡ് ഈ ഒരു 3 കോൾ എടുത്തിട്ട് പുതിയ ടേബിൾ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് ഓട്ടോമാറ്റിക്കലി സൂപ്പർ കീ ആണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് പുതുതായിട്ട് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന എങ്ങനെ കാൻഡിഡേറ്റ് കീ ആയിട്ടുള്ള എംപ്ലോയി ഐ ഡിയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു വേറെ ടേബിൾ ഉണ്ടാക്കി. അതാണ് നമ്മൾ മുകളിൽ കിടക്കുന്ന ഈ ഒരു ടേബിൾ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിൽ പറയാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് നമുക്ക് നമ്മൾ എത്രയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് 1NF 2NF 3NF ആൻഡ് BCNF. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് എന്താണ് 1NF. ഞാൻ പറഞ്ഞു നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. സോ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. സോ 1NF എന്താണ് എ റിലേഷൻ ഈസ് ഇൻ 1NF ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ആറ്റോമിക് വാല്യൂ. അതിലെന്ത് ചെയ്ത് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ആറ്റോമിക് വാല്യൂ. അതെന്ത് ചെയ്യണം അതിലൊരു ആറ്റോമിക് വാല്യൂ ഉണ്ടായാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ 1NF. അതായത് 2 വാല്യൂസ് ഉണ്ടായത് ആറ്റം പറഞ്ഞാൽ ചെറുത് അറിയാലോ. സോ എന്ത് ചെയ്ത് ഒരിക്കലും 2 വാല്യൂ ഉണ്ടാകരുത് ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു റിലേഷനിൽ എന്ത് ചെയ്ത് 2 വാല്യൂ ഉണ്ടാകും. അതാണ് ആറ്റോമിക് വാല്യൂ. ആൻഡ് 2NF എ റിലേഷൻ വിൽ ബി ഇൻ 2NF ഇഫ് ഇറ്റ് ഈസ് ഇൻ 1NF. നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ പറഞ്ഞ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ആ രീതിയിൽ പഠിച്ചത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. നമുക്കറിയാം ഫേമസ് സീരീസായ ഡാർക്കിലൊക്കെ പറയുന്നത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. സോ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്ത് ഇതും കണക്റ്റഡ് ആണ്. 2NF ആകണം എന്ത് ചെയ്യണം 1NF ആകണം. ആൻഡ് ഓൾ നോൺ കീ ആട്രിബ്യൂട്ട്സ് ആർ ഫുള്ളി ഫംഗ്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ പ്രൈമറി കീ. All non-key attributes are fully functional dependent on the primary key. എല്ലാ നോൺ കീ ആട്രിബ്യൂട്ട്സും എന്ത് ചെയ്യണം പ്രൈമറി കീ ആയിട്ട് ഫംഗ്ഷൻ ഡിപ്പെൻഡൻ്റ് ആകണം. സോ അതാണ് 2NF. ആൻഡ് 3NF എന്താണ് എ റിലേഷൻ വിൽ ബി ഇൻ 3NF ഇഫ് ഇറ്റ് ഈസ് ഇൻ 2NF ആൻഡ് നോ ട്രാൻസിഷൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. ഒരു ട്രാൻസിഷൻ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു എന്താണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം. ആൻഡ് BCNF എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ്ങർ ഡെഫിനിഷൻ ഓഫ് 3NF. നമുക്ക് എന്താ ഒരു 3NFൻ്റെ സ്ട്രോങ്ങർ ഡെഫിനിഷനാണ് ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ബോയ്സ് കോഡ് നോർമൽ ഫോം. സോ എങ്ങനെ BCNF ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അത് 3NF-ലാകണം. സോ ഇത്രയാണ് നമുക്ക് മേജർ തിങ് ആയിട്ട് നോർമൽ ഫോം. അതുപോലെ നമുക്ക് 4NF ഉണ്ട് 5NF ഒക്കെ ഉണ്ട്. പക്ഷെ അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒന്നുമല്ല. സോ എന്താണ് 1NF 2NF 3NF ആൻഡ് BCNF. അപ്പോൾ അത്രയാണ് നമുക്ക് എന്താ ഉള്ളത് കാര്യമായിട്ട് നോർമലൈസേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്കറിയാലോ. നമ്മൾ CS ഏത് ഏരിയ നോക്കുകയാണെങ്കിൽ ഏത് ടോപ്പിക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ദർ വിൽ ബി അഡ്വാൻറ്റേജസ് ആൻഡ് ആൾസോ നമുക്കൊരു കോയിൻ്റെ അപ്പുറപ്പുള്ള പോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അഡ്വാൻറ്റേജസിലുള്ള മാത്രം ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഒന്നും നമുക്ക് നമുക്ക് CS കാണാൻ കഴിയില്ല. സോ ഡിസഡ്വാൻറ്റേജസും സ്വാഭാവികമായിട്ടുണ്ടാവും. സോ അഡ്വാൻറ്റേജസ് ഓഫ് നോർമലൈസേഷൻ ഹെൽപ്സ് ടു മിനിമൈസ് ഡാറ്റ റിഡൻഡൻസി. അതായത് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻസൊക്കെ എന്ത് ചെയ്തു മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്തു നോർമലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ഗ്രേറ്റർ ഓവറോൾ ഡാറ്റാബേസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു ഡാറ്റാബേസിന് ഓവറോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു ഒന്നുകൂടി ഉഷാറാക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഡാറ്റ റിഡൻഡൻസി ഒക്കെ ലെസ് ആകുമ്പോൾ എന്ത് ചെയ്തു നമുക്ക് ഡാറ്റാബേസിൻ്റെ ഓർഗനൈസേഷനൊക്കെ ഒന്നും കൂടി ഉഷാറാകും. ഡാറ്റ കൺസിസ്റ്റൻസി വിത്തിൻ ദ ഡാറ്റാബേസ് ഒരു ഡാറ്റ കൺസിസ്റ്റൻ്റ് ആകും. കാരണം എന്താണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താണ് ഡാറ്റ റിഡൻഡൻസി പോകുകയാണ് സ്വാഭാവികമായിട്ട് എന്താവും ഡാറ്റ കൺസിസ്റ്റൻ്റ് ആകും. മച്ച് മോർ ഫ്ലെക്സിബിൾ ഡാറ്റാബേസ് ഡിസൈൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡാറ്റാബേസ് ഡിസൈൻ ആയിട്ട് മാറും. നമ്മൾ ഡാറ്റാബേസിന് എന്ത് ചെയ്തു വലിയൊരു ഡാറ്റാബേസ് ആകും. ചിലപ്പോൾ അതിൽ കുറേ റിപ്പീറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ നോർമലൈസേഷനെ മാറ്റുന്നതോടെ എന്ത് ചെയ്തു നമ്മൾ ഡാറ്റാബേസിന് ഒരു നല്ലൊരു ഫ്ലെക്സിബിൾ ഡിസൈൻ ആയി കിട്ടും. എൻഫോഴ്സസ് ദ കൺസെപ്റ്റ് ഓഫ് റിലേഷണൽ ഇൻറ്റഗ്രിറ്റി എന്ത് ചെയ്തു ഒന്നുകൂടി എൻഫോഴ്സ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ വിൽ ബി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഡിസഡ്വാൻറ്റേജസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
you cannot start building the database before knowing what the user needs. So നമുക്ക് എന്ത് ചെയ്തു, you cannot start building the database before knowing what the user want. യൂസറിന് എന്താണ് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് എന്തില്ല ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. You cannot start the building of the performance degrades when normalizing the relation. The performance degrades when normalizing the relations to higher normal form. അതായത് കുറച്ചും കൂടി ഹയർ നോർമലൈസേഷൻ ഫോമിലേക്ക്, അതായത് നോർമലൈസേഷൻ്റെ ഉയർന്ന, അപ്പോൾ 1NF ആകും കുറച്ച് സുഖമായിരിക്കും, 2NF ആകും ചിലപ്പോൾ കുറച്ചും കൂടി ഒരു റിസ്ക് എലമെൻറ്റ്സ് കൂടി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യും. അതായത് ഹയർ ഇതിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു, പെർഫോമൻസ് ഒന്നും ഡീഗ്രേഡ് ചെയ്യും. അത് മേജറായിട്ട് പറയുന്നത് 4NFും 5NF ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പെർഫോമൻസ് ഒന്നും കൂടി ഡീഗ്രേഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൽട്ട് ടു നോർമലൈസ് റിലേഷൻസ് ഓഫ് എ ഹയർ ഡിഗ്രി ഉള്ള റിലേഷൻസിന് എന്ത് ചെയ്തു, കുറച്ചും കൂടി നോർമലൈസേഷൻ ടൈം കൺസ്യൂം ആകും ആൻഡ് ഡിഫിക്കൽട്ട് ആകും. ഹയർ ഡിഗ്രി കൂടുതൽ ഡാറ്റാസ് ഉള്ളത്, കൂടുതൽ ഹയർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡാറ്റാസ് ഉള്ള ഏരിയ നമുക്ക് നോർമലൈസേഷൻ കുറച്ചും കൂടി റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടാകും. കെയർലെസ് ഡികമ്പോസിഷൻ മേ ലീഡ് ടു എ ബാഡ് ഡാറ്റാബേസ് ഡിസൈൻ ലീഡിങ് ടു സീരിയസ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഡികമ്പോസ് ചെയ്യാനുള്ള നോർമലൈസേഷൻ പറഞ്ഞല്ലോ, അപ്പം കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ചെയ്തോ ഒരു ബാഡ് ഡാറ്റാബേസിലേക്ക് ഒന്നും അറിയാതെ പോയിട്ട് ഒരാൾ ഒരു ഡാറ്റാബേസിനെ നോർമലൈസ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്യും, കുളം തോണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ബാഡ് ഡാറ്റാബേസ് ഡിസൈൻ ആകും. നമുക്കറിയാം ഒരു ഡാറ്റാബേസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ നോർമലൈസേഷൻ ഫോം. നമുക്കറിയാം നമ്മളിപ്പം ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്തു, 1NF 2NF അതുപോലെ അനോമലീസ് ഒക്കെ പഠിച്ചു. ആൻഡ് ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, 3NF അതിൽ BCNF ഒക്കെ പഠിച്ചു. അപ്പം ഇത്രയാണ് നോർമലൈസേഷന്. അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് അങ്ങനെ ആ ഒരു ടേബിൾ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടേബിൾ എന്ത് ചെയ്തു, ഒരു പിക്ചറായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻസിൽ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് ഹൈഫറിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക കമൻറ്റിലൊക്കെ. ആൻഡ് താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.